الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവ്വലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും സമ്പൂർണ്ണമായി ജീവിതത്തിൽ നടപ്പാക്കി ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വേനലവധി കഴിഞ്ഞ് പുതിയ ഒരു അക്കാദമിക വർഷത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. കേരള സമൂഹം ഉത്ബുദ്ധരായൊരു സമൂഹം എന്നുള്ള നിലക്ക് വിജ്ഞാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അറിവിനെ സംബന്ധിച്ചിടത്തോളം കേവലമായ ഒരു ലൗകിക ആവശ്യമായി മാത്രമല്ല പരിശുദ്ധ ദീൻ അറിവ് നേടുന്നതിനെ, വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുന്നതിനെ നോക്കിക്കാണുന്നത് അതിനെ ഒരു ഇബാദത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകാൻ വേണ്ടി നിയുക്തനായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയുടെ അന്ധകാരത്തിലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിച്ചയച്ചുകൊണ്ട് അള്ളാഹു ഒന്നാമതായി പഠിപ്പിച്ച വചനം സൂറത്തു അലഖിലെ ആദ്യ ഭാഗത്തുള്ള 5 ആയത്തുകളാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കുക എന്നതാണ്. വായന അറിവിലേക്കുള്ള വാതായനമാണ്. പ്രവിശാലമായ അറ്റമില്ലാത്ത ജ്ഞാനത്തിൻ്റെ സാഗരത്തിലേക്ക് ഊളിടാനുള്ള പ്രവേശന മാർഗമാണ് വായന എന്നുള്ളതുകൊണ്ട് ഇതിനെ കേവലമായ ഒരു യാന്ത്രികമായ പ്രക്രിയയായി കാണേണ്ടതല്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പ്രമുഖ മുഫസ്സിറുകളിൽപ്പെട്ട ഇമാം റാസി റഹിമഹുല്ലാ പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, അള്ളാഹു ഒന്നാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ തന്നെ തുടക്കം നിസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ കൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് വായിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടാണ്. എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം വിശദീകരിക്കുന്നു. അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല. എല്ലാ ഇബാദത്തുകളുടെയും ജീവൻ എന്നത് അതിനെ സംബന്ധിച്ച അറിവാണ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുന്നതും കൃത്യമായി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ആ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവ് ആവശ്യമാണ്. അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, അവ്വലു നിഅമത്തിൻ അന്നമല്ലാഹു ബിഹാ അലാ ഹാദൽ ഇൻസാൻ ബഅദ ഖൽഖിഹി അൻ അല്ലമ, മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അള്ളാഹു അവന് നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം അറിവ് നൽകലാണ്. അതാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലദീ അല്ലമ ബിൽ ഖലം എന്ന് പഠിപ്പിക്കുന്നത്, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അവ്വലു ഖൽഖ്, ആദ്യത്തെ സൃഷ്ടിയിൽപ്പെട്ടത് പേനയാണ് എന്നാണ്. പേനയോട് അള്ളാഹു എഴുതാൻ വേണ്ടി കൽപ്പിച്ചു. ലൗഹുൽ മഹ്ഫൂദ്, അള്ളാഹു മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്ന ലൗഹുൽ മഹ്ഫൂദിൽ പേന ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേന എന്നത് ഇസ്ലാമിലേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ആ അറിവാണ് സൃഷ്ടിപ്പിന് ശേഷം അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും മഹത്തരമായ നിഅമത്ത്. ഫദല്ല ഹാദാ അലാ അന്നൽ ഇൽമ ഹുവ അഷ്റഫുസ് സിഫാത്ത്. അതുകൊണ്ട് തന്നെ മനുഷ്യ
മനുഷ്യന്റെ ഏറ്റവും ഉത്തമമായ ഗുണം, മഹത്തരമായ സിഫത്ത് എന്നത് വിജ്ഞാനമാണ് എന്നും എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഏറ്റവും ഉത്തമമായത് ഈ അറിവ് നേടിയെടുക്കാനുള്ള ശ്രമമാണ് എന്നും ഇമാം റാസി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആഴിയിലെ മത്സ്യങ്ങൾ വരെ വിജ്ഞാനത്തിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടവനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാധ്യതയാണ്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായിട്ടാണ് ഈ വിഷയം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നു, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജതിഹിം ഇലൽ തആമി വശറാബ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ ഭക്ഷണവും പാനീയവും എന്ന് പറയുന്നത്. പക്ഷേ ഭക്ഷണത്തോടും പാനീയത്തോടുമുള്ള ആവശ്യത്തെക്കാൾ വലുതാണ് മനുഷ്യന് ഇൽമിനോടുള്ള ആവശ്യം. കാരണം അദ്ദേഹം പറയുന്നത് ലിഅന്ന തആമ വശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈൻ. ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പാനീയം എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദിവസം 1-2 നേരം കിട്ടിയാൽ മതി. അവന്റെ ജീവൻ നിലനിൽക്കാൻ അവനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് പോകാൻ ദിവസം 1-2 നേരം ഭക്ഷണവും പാനീയവും കിട്ടിയാൽ മതി. പക്ഷേ വഹാജത്തുഹു ഇലൽ ഇൽമി ബിഅദദി അൻഫാസി. പക്ഷേ അറിവ് അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ ശ്വാസത്തിലും അവൻ ആവശ്യമാണ്. ജീവിതത്തിന്റെ ഓരോ രംഗത്തും ആവശ്യമായൊരു കാര്യമാണ് ഇൽമ് എന്നത്. അതുകൊണ്ട് ഭക്ഷണത്തെക്കാളും പാനീയത്തെക്കാളും പ്രാധാന്യമുള്ളതാണ് വിജ്ഞാനം എന്നത് ഒരു മുസ്ലിം മനസ്സിലാക്കണമെന്നാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇത് സംബന്ധമായി രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ കൽപ്പന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞിടത്ത് അള്ളാഹു പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയൂ എന്നല്ല, മറിച്ച് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹുവിന്റെ കൽപ്പന ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ അറിയണം, പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നീ അറിയണമെന്നാണ്, നീ പഠിക്കണം എന്നാണ്. ഈ പ്രപഞ്ചത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, സൃഷ്ടിപ്പ് വസ്തുക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ബുദ്ധിയും വിവേകവും ഉപയോഗപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതുകൊണ്ട് അത് നീ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി പ്രസ്താവിക്കണം. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഒരു ഗ്രന്ഥത്തിന്, ആ അധ്യായത്തിന്, തന്റെ ആ ഗ്രന്ഥത്തിൽ അധ്യായത്തിന് നൽകിയ പേര് ബാബുൽ ഇൽമി അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ എന്നാണ്. അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, പ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ വാക്കിന്റെയും മുന്നോടിയായി വേണ്ടത് എന്താണ്? ഇൽമാണ്. ആ കാര്യം അദ്ദേഹം രേഖപ്പെടുത്തിയത് തുടർന്ന് പറയുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ അറിയണം എന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഫബദഅ ബിൽ ഇൽം, അള്ളാഹു ഇവിടെ തുടങ്ങിയത് ഇൽമു കൊണ്ടാണ്. ഇൽമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പദവി ഉയർത്തപ്പെടുന്ന ഒരു കാര്യമാണ് വിജ്ഞാനം. അള്ളാഹു പറയുന്നു, യർഫഇല്ലാഹുൽ ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്ന് ഈമാനുള്ള ആളുകളെയും ഇൽമുള്ള ആളുകളെയും അള്ളാഹു പദവികൾ ഉയർത്തും. റബ്ബിന്റെ അടുക്കൽ മനുഷ്യന്റെ പദവി ഉയർത്തുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഈമാനാണ്. ഈമാനിന്റെ തോതനുസരിച്ച് പടച്ചവന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരും. 2, മനുഷ്യന്റെ പദവി ഉയർത്തുന്ന കാര്യം വിജ്ഞാനമാണ്. വിജ്ഞാനത്തിന്റെ അളവനുസരിച്ചുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ദറജ ഉയരുന്നതാണ്. ഇസ്ലാം ഇതിന് നൽകിയ പ്രാധാന്യം വിവിധ സംഭവങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ബദർ യുദ്ധത്തിൽ ബന്ധനസ്ഥരായി പിടിക്കപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട എഴുത്തും വായനയും അറിയാവുന്ന ആളുകളെ, അറിവുള്ള ആളുകളെ, മദീനയിലെ 10 മുസ്ലിങ്ങളെ എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചതായി ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിജ്ഞാനത്തിന് മതം നൽകുന്ന പ്രാധാന്യമാണ് ഇവിടെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ പഴയകാലം കേവലം മതവിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. 4ാം തരം വരെ 5ാം തരം വരെ മദ്രസയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മതി എന്നുള്ളത്. പിന്നീട് കാലം മുന്നോട്ട് നീങ്ങിയപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഉണർവ് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് കുറെയെല്ലാം മുന്നോട്ട് പോകാൻ തയ്യാറായി. പക്ഷെ അവിടെ ഒരു ഇംബാലൻസ് നിലനിന്നു. സത്യത്തിൽ വിജ്ഞാനത്തെ ഭൗതികമെന്നും
മതപരമെന്നും വേർതിരിച്ചു നിർത്തി. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറിയ ആളുകൾക്ക് അടിസ്ഥാനപരമായ മതബോധമില്ലാത്തൊരവസ്ഥ വന്നു. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിൽ അവരെത്തിക്കഴിഞ്ഞാൽ സമുദായത്തെ സംബന്ധിക്കുന്ന ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നിടത്ത് പോലും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവരെ പിടികൂടുന്ന അവസ്ഥ വന്നു. അതുകൊണ്ട് മതത്തെ തെറി പറയുന്നവരായി ചാനലുകളിൽ അവർ രംഗപ്രവേശം ചെയ്യുന്ന അവസ്ഥ വന്നു. ഇവിടെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം ഈ രണ്ട് വിജ്ഞാനീയങ്ങൾക്കും പ്രാധാന്യം നൽകണമെന്നതാണ്. ഇരു കണ്ണുകളും ഉണ്ടാകുമ്പോഴാണ് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമാകുന്നത്. അതുപോലെ തന്നെ അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും കൂടുമ്പോഴേ ഒരു മനുഷ്യന് പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വിശ്വാസിയുടെ പ്രാർത്ഥന സൂറത്തു ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് വല്ലദീന യഖൂലൂന റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഈ ലോകത്ത് നന്മ തരേണമേ, അതുപോലെ തന്നെ പരലോകത്തും നന്മ തരേണമേ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് ഒരു മുഅ്മിൻ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് ഫജമഅത് ഹാദിഹി ദഅവതു കുല്ല ഖൈരിൻ ഫിദ്ദുനിയ, ഈ പ്രാർത്ഥനയിൽ ദുനിയാവിലെ എല്ലാ നന്മയും ഉൾപ്പെട്ടിരിക്കുന്നു. വസറഫത് കുല്ല ശർർ, എല്ലാ തിന്മയും ഈ കാര്യത്തിൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ നന്മയും എനിക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം അവിടെ തുടർന്ന് രേഖപ്പെടുത്തുന്നത് ദുനിയാവിലെ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം അതിൽപ്പെട്ടതാണ്, നല്ല വീടുണ്ടാവുക എന്നത് അതിൽപ്പെട്ടതാണ്, നല്ല റിസ്ഖിന്റെ മാർഗങ്ങൾ ലഭിക്കുക എന്നതാണ്. പക്ഷെ അതോടൊപ്പം പ്രധാനമാണ് അൽ ഇൽമുൻ നാഫി, ഉപകാരപ്രദമായ അറിവ്. ഇത് പ്രമുഖരായ പണ്ഡിതരെല്ലാം വിശദീകരിച്ചൊരു കാര്യമാണ്. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന എന്ന് പറയുന്ന ആ ഹസനത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൽമുൻ നാഫി, ഉപകാരമുള്ള അറിവ് ലഭ്യമായി തീരുക എന്നുള്ളത്. ആ ഉപകാരമുള്ള അറിവ് ഏതൊക്കെയാകട്ടെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കുന്നത് അത് മുഴുവൻ സ്വായത്തമാക്കുന്നതിൽ മുസ്ലിം ഉമ്മത്ത് മുന്നിലുണ്ടായിത്തീരണം. വ്യത്യസ്തങ്ങളാണ് ഭൗതിക ലോകത്തെ വിജ്ഞാനത്തിന്റെ മേഖല എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രം അതിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളതാണ്. വൈദ്യശാസ്ത്ര രംഗത്ത് മുന്നേറണമെന്ന് മുസ്ലിം സമൂഹത്തിലെ പഠിക്കുന്ന കുട്ടികളൊക്കെ താല്പര്യപ്പെടുന്നതാണ്. അതിന് മതപരമായും ഏറെ പ്രാധാന്യമുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, ലാ അഅലമു ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അംബല മിനത് തിബ്ബ്. ഹലാല് ഹറാമുകളെ കുറിച്ചുള്ള അറിവ് അത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്താണ് ഹലാല് എന്താണ് ഹറാമ് എന്ന കൃത്യമായ ധാരണ ഓരോ വ്യക്തിയും ഉണ്ടാകണം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറയുന്നു, ഹലാല് ഹറാമുകളെ കുറിച്ചുള്ള അറിവ് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് എന്ന് പറയുന്നത് അത്തിബ്, വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ച അറിവാണെന്നാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് ആ അറിവ് എന്ന് പറയുന്നത്, മെഡിക്കൽ ഫീൽഡിലുള്ള വിജ്ഞാനം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജിയുടെ യുഗത്തിലാണ്. നമ്മുടെ മക്കൾ അതിൽ മുന്നേറണം. മാറുന്ന ലോകം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ്. മനുഷ്യന്റെ എല്ലാ മേഖലകളെയും അവിടുത്തെ പ്രവർത്തനങ്ങൾ അത് എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾ അവിടേക്ക് എത്തിച്ചേരണം. ഭാഷാ വികാസം ഒരു സമൂഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ആണിക്കല്ലാണ്. ലാംഗ്വേജ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിരവധി സാധ്യതകൾ ഇന്ന് ആ മേഖലയിലുണ്ട്. അതുപോലെ തന്നെ മനുഷ്യനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒരു തലമാണ് നമുക്കറിയാം ബിസിനസ് എന്നത്. ആ ബിസിനസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കൾ ഉന്നതിയിലെത്തണം. കോഴ്സുകൾ ഇന്ന് നിരവധി ലഭ്യമാണ്. അഗ്രികൾച്ചർ മേഖല 1980-കൾക്ക് ശേഷം ആ രംഗത്ത് ഏറെ വികാസമുണ്ടായി തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, അഗ്രികൾച്ചർ മേഖലയിൽ വിവിധ കോഴ്സുകൾ ലഭ്യമാണ്. നമ്മുടെ കുട്ടികൾ അവിടേക്ക് എത്തണം. ജിയോളജിയുടെ മേഖലയിൽ പുതിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ അതിലേക്ക് എത്തണം. മെറ്റാഫിസിക്സിന്റെയും ബയോകെമിസ്ട്രിയുടെയും മേഖലയിൽ പുതിയ വികാസങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ അതെല്ലാം പഠിക്കുകയും അവിടങ്ങളിലെല്ലാം മതബോധമുള്ള ആളുകൾ എത്തിച്ചേരുകയും ചെയ്യണം. പക്ഷിയുടെ 2 ചിറകുകൾ പോലെയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ 2 കണ്ണുകൾ പോലെയാണ് ഈ 2 വിജ്ഞാനങ്ങളും എന്ന് പറയുന്നത്. പക്ഷിക്ക് ആകാശത്തേക്ക് പറന്നുയരണമെങ്കിൽ 2 ചിറകുകൾ ആവശ്യമാണ് എന്ന പോലെ തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വിജ്ഞാനവും മതപരമായ വിജ്ഞാനവും രണ്ടും ലഭ്യമാകുമ്പോഴാണ്
അവന് പുരോഗതിയിലേക്കെത്താൻ, റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ദറജ ഉയരുന്ന ഒരവസ്ഥയിലേക്കെത്താൻ സാധ്യമാവുകയുള്ളൂ. ഭൗതിക രംഗത്തെ പുതിയ മാറ്റത്തെ സംബന്ധിച്ച്, കോഴ്സുകളെ സംബന്ധിച്ച്, അതിന്റെ സാധ്യതകളെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. കുട്ടികളെ ഏതൊക്കെ മേഖലയിലേക്ക് അവരുടെ സ്കില്ലുകൾ തിരിച്ചറിയാൻ, ചുരുങ്ങിയത് 8ാം ക്ലാസ്സിലേക്ക് മക്കൾ എത്തുമ്പോഴേക്കും ആ കുട്ടിയുടെ നൈപുണി ഏത് എന്ന് തിരിച്ചറിയാനും അതിനനുയോജ്യമായ നിലക്കുള്ള ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരെ ആ തലങ്ങളിലേക്ക് എത്തിക്കാനും മഹല്ലുകളിൽ സംവിധാനം ഉണ്ടാകണം. രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാകണം. ഗൈഡൻസ് കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് സമുദായത്തിന്റെ ഉത്തമമായ ഒരുപാട് തലച്ചോറുകൾ ഈ സമൂഹത്തിന് ഉപകാരപ്പെടാതെ പോയത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ ഓർത്തു പോകുന്ന കഴിഞ്ഞ ദിവസം പോലും +2 റിസൾട്ട് വരുന്ന എന്റെ തലേ ദിവസം ഞാൻ പഠിപ്പിച്ചിരുന്ന, എനിക്ക് അവന്റെ സ്കില്ല് നന്നായി തിരിച്ചറിയാം, കുട്ടിയോട് എന്താണ് നിന്റെ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു DLED പോകണം. DLED മോശമായ ഒരു കോഴ്സല്ല. ഒരു LP സ്കൂൾ അധ്യാപകനായി അവന് മാറാൻ സാധിക്കും. പക്ഷെ അവനെ ഗണിതം പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ആ സ്കില്ലുകൾ കൃത്യമായി എനിക്കറിയാം. ഞാനോട് പറഞ്ഞു, പാടില്ല, നിന്നിൽ ഒരു വലിയ കഴിവുള്ള ആൾ ഉൾക്കൊള്ളുന്നുണ്ട്, അടങ്ങിയിരിക്കുന്നുണ്ട്. കൃത്യമായി ദീനി പഠന രംഗത്ത് മുന്നിലുള്ള, ദഅവത്ത് രംഗത്ത് സജീവമുള്ള ആ കുട്ടി ഒരിക്കലും ഈ സമുദായത്തിലെ, ഈ സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ഒരു ജോലി ചെയ്യേണ്ടുന്നവനല്ല. അവന്റെ കഴിവുകൾ വളർത്തപ്പെടണം. അതുപോലെ ഓരോ കുട്ടിയും അവരെ തിരിച്ചറിയാനും ആവശ്യമായ രംഗത്ത് അവരെ വഴിതിരിച്ചുവിടാനും നമുക്ക് സാധിച്ചാൽ ഈ സമുദായത്തിൽ വിജ്ഞാനത്തിന്റെ വിപ്ലവം നമുക്ക് സാധ്യമായി തീരും. അവിടെ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട്, ഗുരുനാഥന്മാർക്ക് ബാധ്യതയുണ്ട്, മഹല്ല് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ബാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം പലപ്പോഴും സംഭവിക്കുക, ഒന്നുകിൽ ഇന്ന് ചർച്ചയാക്കപ്പെടുന്ന പോലെ ബ്രെയിൻ ഡ്രെയിനാണ്. തലച്ചോറുള്ളവർ അന്യ രാഷ്ട്രങ്ങളിലേക്ക് പറന്നു പോകുന്ന അവസ്ഥ, നാടിനോ രാജ്യത്തിനോ അവർ ഉപകാരപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ നല്ല തലച്ചോറുകൾ ഏതെങ്കിലും വളരെ സ്കില്ല് ആവശ്യമില്ലാത്ത താഴെക്കിടയിലുള്ള ജോലികളിൽ തളച്ചിടപ്പെടുന്ന അവസ്ഥ. അതിനു പകരം കൃത്യമായി ഓരോരുത്തർക്കും ഈ സമുദായത്തിനും സമൂഹത്തിനും സേവനം ചെയ്യാൻ സാധ്യമാകുന്ന രൂപത്തിൽ അവർക്ക് അനുയോജ്യമായൊരു പ്രൊഫൈലിലേക്ക് അവരെത്തിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ദീനീ വിദ്യാഭ്യാസം ഈ വിഷയത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഭൗതിക രംഗത്ത് ഉന്നതിയിലെത്തുമ്പോഴും തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിയപ്പെടാതെ പോയാൽ, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ച് തിരിച്ചറിയപ്പെടാതെ പോയാൽ, സമൂഹത്തോടുള്ള ബാധ്യതയെക്കുറിച്ച് തിരിച്ചറിയപ്പെടാതെ പോയാൽ അവന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടോ റൂമിന്റെ പുറത്ത്, ഓഫീസിന്റെ പുറത്ത് അവൻ വെച്ച ബോർഡുകൾ കൊണ്ടോ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദീനീ വിജ്ഞാനത്തിന്റെ പ്രാധാന്യവും അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അള്ളാഹുവിന്റെ അടിമകളിൽ റബ്ബിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അറിവുള്ള ആളുകളാണ്, വിജ്ഞാനമുള്ള ആളുകളാണ്. ഖൗഫ് കൂടണമെങ്കിൽ, തഖ്വ കൂടണമെങ്കിൽ അറിവുണ്ടാകണം. അറിവാണ് മനുഷ്യന്റെ അടുക്കൽ, മനുഷ്യരിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ആളുകളെ സൃഷ്ടിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ഫാത്തിർ 28-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു, കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മ വൽ ഇൽമു ബിഹി അക്മൽ കാനത്തിൽ ഖശ്യതു ലഹു അഅലമ വ അക്തർ. അല്ലാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമായി തീരുന്നുവോ അത്രത്തോളം അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും ആദരവും ആ മനുഷ്യനിൽ അധികരിച്ചുകൊണ്ടേയിരിക്കുമെന്നതാണ്. നമ്മുടെ മക്കൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകണം. നമ്മൾ കാണാത്ത ഇടങ്ങളിലും തിന്മയുടെ ലോകങ്ങളിലും അവരെത്തിച്ചേരുമ്പോൾ മാറി നിൽക്കുന്നവരാകണം. 10ാം ക്ലാസ് കഴിഞ്ഞാൽ, 12ാം ക്ലാസ് കഴിഞ്ഞാൽ ഹോസ്റ്റലുകളിലേക്ക് ഒരുപക്ഷെ അവരെ നമ്മൾ പറഞ്ഞയച്ചു എന്നിരിക്കും. അവിടങ്ങളിലൊക്കെ വളരുന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ റബ്ബിനെ കുറിച്ച് കൃത്യമായ ധാരണ, ബോധം അവരുടെ മനസ്സുകളിൽ ചെറുപ്രായത്തിലെ തന്നെ നട്ടുവളർത്താൻ നമുക്ക് സാധ്യമായി തീരണം. തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാനും മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും തിരിച്ചറിയാനും ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്നത് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാനും അകക്കണ്ണുള്ള, കാഴ്ചപ്പാടുള്ള ഒരു തലമുറയുണ്ടാകണമെങ്കിൽ ഈ ദീനീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകപ്പെടണം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൃഷ്ടിയെ റബ്ബ് ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരു മനുഷ്യന് അള്ളാഹു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ ദീനിന്റെ കാര്യത്തിൽ അവഗാഹമുള്ളവനാക്കി മാറ്റും. പടച്ചോൻ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ
തുടങ്ങിയാൽ അവനെ ദീനീ കാര്യത്തിൽ അറിവുള്ളവനാക്കി മാറ്റും എന്നതാണ്. മഹാനായ ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തെ പഠനത്തിനു വേണ്ടി മദ്രസയിലേക്ക് അയക്കുമ്പോ ഉമ്മ നൽകിയ വിഖ്യാതമായൊരു ഉപദേശമുണ്ട്. ഇമാം മാലിക് റഹിമുള്ളയുടെ മാതാവ് അദ്ദേഹത്തിന്റെ പഠന കാര്യങ്ങളിൽ നിർവഹിച്ച സേവനം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എഴുതാനുള്ള ഉപകരണങ്ങൾ, അതുപോലെ പഠിക്കാനുള്ള പുസ്തകങ്ങൾ കുഞ്ഞിന് കണ്ടെത്തി കൊടുക്കുന്നതിൽ ആ മാതാവ് എത്രത്തോളം വലിയ പങ്കുവഹിച്ചു എന്നത് മകൻ അവർ നൽകിയൊരു ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. ഇദ്ഹബ് ഇലാ റബിയ, മോനെ നീ നിന്റെ ഗുരുനാഥനായ റബിയയുടെ അടുത്തേക്ക് പോകണം. എന്നിട്ട് ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമി, ഗുരുവായ റബിയയുടെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കുന്നതിന് മുമ്പ് നീ ആദ്യം പഠിക്കേണ്ടത് അദബാണ്. അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയിട്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹം ജീവിതത്തിൽ കാണിക്കുന്ന നല്ല ശീലങ്ങൾ, അച്ചടക്കബോധം, ഇതൊക്കെ കണ്ടുകൊണ്ട് നീ പഠിക്കണം. ഇവിടെ ഗുരുനാഥന്മാർക്ക് വലിയൊരു ബാധ്യതയുണ്ട്. ആധുനിക വിദ്യാഭ്യാസം പറയുന്നത് വാല്യൂസ് ആർ നോട്ട് ടു ബി ടോട്ട് ബട്ട് ടു ബി കോട്ട് എന്നാണ്. മൂല്യങ്ങൾ എന്ന് പറയുന്നത് പഠിപ്പിക്കപ്പെടാനുള്ളതല്ല, അത് ക്യാച്ച് ചെയ്യാനുള്ളതാണ്, സ്വാംശീകരിക്കാനുള്ളതാണ്. വളരുന്ന തലമുറ വാല്യൂസ് ഗുരുനാഥന്മാരിൽ നിന്ന് കണ്ടു പഠിച്ചുൾക്കൊള്ളണം. ആ രൂപത്തിൽ മാതൃകയാകാൻ അധ്യാപകർക്ക് സാധ്യമായി തീരണം. ഏതായിരുന്നാലും അറിവിനോടൊപ്പം അവിടെ ഏറ്റവും പ്രധാനം അദബ് എന്നത് ഇസ്ലാം ഇവിടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യമാണ്. കേവലം സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, A+ന്റെ എണ്ണം മാത്രമല്ല, മറിച്ച് മൂല്യബോധമുള്ള, സംസ്കാരമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ്. ഈ ബാധ്യതകളെ സംബന്ധിച്ച കൃത്യമായ ഓർമ്മയും ധാരണയും അതിനനുയോജ്യമായ ഒരു പ്ലാനിങ്ങും നമുക്കുണ്ടാകണം. കാലം പ്രത്യേകിച്ചും അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. റഹ്മാനായ നാഥൻ അറിവിനെ സ്നേഹിക്കുന്ന, അറിവ് പഠിക്കാൻ താല്പര്യം നിലനിർത്തുന്ന, അറിവ് നൽകുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ദീനിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നടപ്പാക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ, അറിവിന്റെ വിഷയത്തിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട്. സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. പഠനത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ എല്ലാ മക്കൾക്കും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അതിലൊരിക്കലും നമ്മളൊരു വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതോടൊപ്പം തന്നെ ഉത്തമമായ അദബ് എന്നുള്ളത് സൂചിപ്പിച്ചു, അത് വളരെ പ്രധാനമാണ്. മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ. ഉത്തമമായ ശീലങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ ഒരു സമ്മാനം, ഒരു പാരിതോഷികവും ഒരു മാതാപിതാവിനും തന്റെ മക്കൾക്ക് നൽകാനില്ല എന്നതാണ്. കൃത്യമായ സംസ്കാരം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, അത് പരിശീലിപ്പിച്ചെടുക്കുക. വീട്ടിൽ അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് കുട്ടിയുടെ പഠനത്തിലും വികാസത്തിലും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. സമയത്തെ ഫലപ്രദമായി ക്രമീകരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് മദ്രസയും സ്കൂളൊക്കെ ഒന്നിച്ച് ഉണ്ടാകുന്ന ഒരു കാലവും സമയമാകുമ്പോൾ കുട്ടികൾ വളരെ തിരക്കിലായിരിക്കും. ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായൊരു പ്ലാനിങ്ങും സമയക്രമീകരണവും മക്കളെ നമ്മൾ ശീലിപ്പിച്ചെടുക്കണം. രാവിലെ നേരത്തെ ഉണരുക എന്നത് വളരെ പ്രധാനമാണ്. ഈ അടുത്ത് ഒരു പടിഞ്ഞാറൻ ലോകത്തു നിന്നുള്ള ഒരു ചിന്തകന്റെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം മനുഷ്യന്റെ ജീവിതം സന്തോഷകരമാകാനുള്ള കുറെ കാര്യങ്ങൾ പറയുന്നതിൽ ഒന്നാമതായി പറഞ്ഞൊരു കാര്യം, രാവിലത്തെ 1 മണിക്കൂറാണ് വളരെ പ്രധാനം. എന്നിട്ട് ആ 1 മണിക്കൂറിൽ ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. നേരത്തെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ലത് ചിന്തിക്കാൻ, മനസ്സ് കുറെ സമയം ഏകാഗ്രമായിരിക്കാൻ, ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ് നടത്താൻ. അങ്ങനെ ആദ്യത്തെ 1 മണിക്കൂർ ജീവിതത്തിൽ വിജയിച്ചാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി ലോകത്തിന്റെ സ്രഷ്ടാവ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവനുള്ള ഉന്മേഷം എന്ന് പറയുന്നത് അവന്റെ പ്രഭാത നമസ്കാരമാണ്. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല.
രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് 2 ഗുണങ്ങൾ ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അവൻ ഉന്മേഷമുള്ളവനായിരിക്കും. 2, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നന്നായി സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാകും. ഇത് രണ്ടും രാത്രി നമസ്കാരമുള്ള ആളുകളിൽ ഉണ്ടാകുമെന്ന് അതിന്റെ ഫലമായിട്ട് ഈ ലോകത്ത് ലഭിക്കുന്ന കാര്യമായി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞാണ്. നേരത്തെ എഴുന്നേൽക്കുക എന്ന് നമ്മൾ ശീലമാക്കി മാറ്റണം. കുട്ടികളെയും അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരാക്കി മാറ്റണം. രാത്രി വൈകി ഉറങ്ങുന്നതാണ് പലപ്പോഴും രാവിലെ നേരത്തെ ഉണരുന്നതിന് തടസ്സമായി മാറുന്നത്. അതിന് കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയകളിലുള്ള അമിതമായ ഇടപെടലുകളാണ്. രാത്രി 9 മണിക്ക് ശേഷം ഫോൺ തരില്ല, ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന ഒരു ചിട്ട, അങ്ങനെ ഒരു ശീലം വീട്ടിൽ നിർബന്ധമായി രക്ഷിതാക്കൾ നടപ്പാക്കിയാൽ നേരത്തെ നമുക്കും മക്കൾക്കും ഉറങ്ങാനും നേരത്തെ ഉണർന്നെഴുന്നേൽക്കാനും അങ്ങനെ ഉന്മേഷമുള്ള ഒരു തലമുറയായി മാറാനും നമുക്ക് സാധ്യമായി തീരും. ഡിജിറ്റൽ മേഖലയിലുള്ള നിയന്ത്രണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അല്പസമയം ചെലവഴിക്കണം. അത് വളരെ പ്രധാനമാണ്. കുട്ടിപ്രായത്തിൽ അവരുടെ പ്രത്യേകത പങ്കുവെക്കാൻ അവർ ആഗ്രഹിക്കുന്നുള്ള, അവർക്ക് ഒരുപാട് കൺസെപ്റ്റുകളുണ്ട്, അവർക്ക് മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ പങ്കുവെക്കാൻ വീട്ടിൽ ഉമ്മയും ഉപ്പയും അല്പം സമയം നീക്കി വെക്കണം. തീർച്ചയായിട്ടും സ്കൂൾ വിട്ടവർ വന്നാൽ, കോളേജ് വിട്ടവർ വന്നാൽ അല്പസമയം അവരുമായിരിക്കാനും. കാരണം ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ് മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ടുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത്. ഐ വോണ്ട് സേ യൂത്ത് ആൻഡ് ഏജ്, ബട്ട് ഐ വിൽ സേ യൂത്ത് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എന്ന് പറഞ്ഞല്ലോ APJ അബ്ദുൽ കലാം. മുതിർന്നവരും യുവാക്കളും, പ്രായമായവരും യുവാക്കളും എന്നല്ല ഞാൻ പറയുക, മറിച്ച് യുവാക്കളും എക്സ്പീരിയൻസ്ഡും എന്നാണ്. ജീവിതമാണ് മനുഷ്യൻ എക്സ്പീരിയൻസ് നൽകുന്നത്. അത് കൂടുതലുള്ളവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് തന്നെ കൃത്യമായി ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ആ ഗൈഡൻസ് മാതാപിതാക്കളിൽ നിന്നാണ് അവർക്ക് ലഭിക്കേണ്ടത്. പ്രത്യേകിച്ചും ഗൗരവതരമായി ഈ രംഗത്ത് നമ്മൾ ഇന്ന് കാണേണ്ടുന്ന ഒരു കാര്യം ആൺകുട്ടികളുടെ പിറകോട്ട് പോക്കാണ്. അത് വളരെ ഗൗരവതരമാണ്. ഈ കഴിഞ്ഞ SSLC +2 റിസൾട്ട് വരെ നിങ്ങൾ ശ്രദ്ധിക്കുക. റവന്യൂ ജില്ല അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് കുട്ടികളെ ഇരുത്തിയതും ഏറ്റവും കൂടുതൽ വിജയം നേടിയതും മലപ്പുറം ജില്ലയാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും ചുരുങ്ങിയത് ഫുൾ A+ റിസൾട്ട് നിങ്ങൾ നോക്കിയാൽ 4:1 അനുപാതം. 4:1 അനുപാതം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും. എന്തുപറ്റി നമ്മുടെ ആൺകുട്ടികൾക്ക്? ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലൂ, പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്ക് കയറി ചെല്ലൂ, പ്രാതിനിധ്യം വളരെ കുറവാണ്. അപകടകരമായ നിലക്ക് നമ്മുടെ ആൺകുട്ടികൾ പഠനത്തിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമിതമായ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം പലപ്പോഴും അവരുടെ തലച്ചോറുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയാണ്. ഈ ദുരന്തം നമ്മൾ തിരിച്ചറിഞ്ഞ് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഇന്ന് ദാമ്പത്യ ജീവിത രംഗത്ത് പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസമുള്ള ഭാര്യ, പഠിപ്പില്ലാത്ത ഭർത്താവ്, അവർക്കിടയിൽ വഴക്കും വക്കാണങ്ങളും ഉണ്ടാകുന്നു. എത്രയെത്ര വിവാഹമോചനങ്ങൾ. നേരത്തെ കല്യാണം ആലോചിച്ചപ്പോൾ അവന് +2 ഉണ്ട് എന്നാ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ആദ്യത്തെ ആ ഹണിമൂൺ യാത്രയിലാ തിരിച്ചറിഞ്ഞത് ബസിന്റെ ബോർഡ് വായിക്കാൻ പോലും അവൻ അറിയില്ല എന്ന്. നമുക്ക് അനുഭവമാണ് നേർക്ക് നേരെ. അങ്ങനെ വിവാഹമോചനങ്ങൾ നടക്കുന്നു. പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അപകടമായിരിക്കും. അതുകൊണ്ട് ആൺകുട്ടികളുടെ രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ഈ ദുരന്തം വരാതിരിക്കണമെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ് അവരുടെ വിഷയത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് ചേർത്തു പിടിക്കുക എന്ന് പറയുന്നത്. മക്കളെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം പ്രയാസപ്പെടുന്ന ഒരുപാട് കുട്ടികൾ, നല്ല തലച്ചോറുള്ള, കഴിവുള്ള, സ്കില്ലുള്ള ഒരുപാട് കുട്ടികൾ നേരത്തെ പറഞ്ഞ പോലെ എത്തേണ്ടിടത്ത് എത്താതെ പോകുന്നത് പിതാക്കളുടെ കയ്യിൽ കാശില്ലാതെ പോകുന്നത് കൊണ്ട് മാത്രമാണ്. അവിടെ മഹല്ലിന്, നാട്ടുകാർക്ക് വലിയ ബാധ്യതയുണ്ട്. കഴിവുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ പിതാവിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് മാത്രം അവൻ അറിവിന്റെ ഉന്നതിയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. സഹായിക്കണം. സ്കോളർഷിപ്പ് സംവിധാനങ്ങൾ ഉണ്ടാകണം. മഹല്ലിൽ അതിനുള്ള പ്ലാനിംഗ് ഉണ്ടാകണം. ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്ന് ദീനീ വിജ്ഞാനവും ഭൗതിക വിജ്ഞാനവുമുള്ള ഏറ്റവും മാതൃകയായ വ്യക്തിത്വങ്ങളാക്കി അവരെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് ഉപകാരപ്പെടുന്നവരാക്കി അവരെ മാറ്റണം. സഹായിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. തന്റെ ഒരു സഹോദരനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം സമയം ആ മനുഷ്യനെ സഹായിച്ചുകൊണ്ട് റബ്ബുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ രംഗത്തും പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയുണ്ടാകണം. അങ്ങനെ ഒരു ഖൈർ ഉമ്മത്തായി, അറിവിനെ സ്നേഹിക്കുന്ന, റബ്ബിനെ ഭയപ്പെടുന്ന, സുന്നത്ത് ജീവിതത്തിൽ നടപ്പാക്കുന്ന, മറ്റേതൊരു സമൂഹത്തിനും മാതൃകയാകുന്ന ഒരു ഉമ്മത്തായി നമ്മൾ മാറാൻ ബോധപൂർവമായ ചില അധ്വാനങ്ങൾ ഇനിയും നമുക്ക് ആവശ്യമാണ്. അതിലേറ്റവും പ്രധാനം വിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ മുന്നോക്കമാണ്. ഒരു പുതിയ അക്കാദമിക വർഷത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ രംഗത്തെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും നമുക്കുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ നാഥൻ ദീന് പഠിക്കാൻ, ദീന് ജീവിതത്തിൽ പകർത്താൻ, എല്ലാ വിഷയങ്ങളിലും മാതൃകയായി ജീവിക്കാൻ നമുക്ക് ഈമാനും ഇഖ്ലാസും ഇൽമും നൽകി
അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا زدنا علما ربنا زدنا علما ربنا زدنا علما. اللهم إنا نعوذ بك من علم لا ينفع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.